ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് കഴിഞ്ഞു. റെക്കോർഡ് പോളിംഗ് ആണ്, കനത്ത പോളിംഗ്, തകർത്ത പോളിംഗ് എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ശരിയാണ്, 78% പോളിംഗ് ആണ് കേരളത്തിലുടനീളം നടന്നത്. പക്ഷെ 78% ഒന്നുമല്ല, 80% കേരളത്തിൽ ഇതുവരെ നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പോളിംഗ് എന്ന് പറയുന്നത് 80%. അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 78% പോളിംഗ് നടന്ന ഈ സാഹചര്യത്തിൽ ആര് അധികാരത്തിൽ വരുമെന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും UDFന്റെ തരംഗമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. UDF ആണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് ഒരു പൊതുവായ ഒരു വിലയിരുത്തലുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ പോളിംഗ് കൂടിക്കഴിഞ്ഞാൽ അത് UDFന് അനുകൂലമാണ് എന്ന ഒരു ധാരണയുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ഈ ധാരണ ശരിയായിട്ടില്ല എന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 140 മണ്ഡലങ്ങളിലേക്കായി നടന്ന പോരാട്ടത്തിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയതിനു ശേഷം UDF വരുമോ എന്നുള്ള ചോദ്യത്തിന് 1987-ലും 1996-ലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് രണ്ടും ഇടതുമുന്നണിയാണ് അധികാരത്തിലെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് BJP മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നിവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് പാലക്കാടാണ്. പാലക്കാട് വമ്പൻ പോളിംഗ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 84.6% പോളിംഗ് ആണ് പാലക്കാട് നടന്നത്. ഇത് രമേശ് പിഷാരടിക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിജുചേട്ടൻ, നമ്മൾ 30 മണ്ഡലങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടത്തെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു ചിത്രം വോട്ടെടുപ്പ് കഴിഞ്ഞൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഡിസ്കഷൻ. കുന്നത്തുനാടും 84% നേമം 80% കടന്നിട്ടുണ്ട്. അങ്ങനെ BJP ഏതൊക്കെ മണ്ഡലത്തിൽ വിജയിച്ചു വരുമോ എന്നൊക്കെ പ്രവചിക്കപ്പെട്ടിരുന്ന എല്ലാ മണ്ഡലങ്ങളിലും 80%-ലധികമോ അല്ലെങ്കിൽ 80% ടച്ച് ചെയ്യുന്ന രീതിയിലോ ഈ പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? വോട്ടെടുപ്പ് കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഈ പോളിംഗ് നില വച്ച് എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? വോട്ടിംഗ് ശതമാനവും ആളുകൾ വോട്ട് ചെയ്ത എണ്ണവും രണ്ടാണ്. കാരണം മുമ്പ് ഈ SIR നടപ്പാക്കുന്നതിന് മുമ്പ് 2 ലക്ഷം വോട്ടർമാർ ഉണ്ടായിരുന്നത് SIR നടപ്പാക്കുമ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ 160 കാണത്തുള്ളൂ. അവരുടെയാണ് ശതമാനത്തിന്റെ കണക്ക് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ നിന്ന് വലിയ വർധനമൊന്നും വലുതായിട്ട് ഒരു മണ്ഡലത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ 1000-2000 വോട്ടിന്റെ ഒക്കെ വ്യത്യാസം മാത്രമേ വരൂ. കഴിഞ്ഞ തവണ ചെയ്ത അതേ വോട്ടിംഗ് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത്. കാരണം മരിച്ചുപോയവരൊക്കെ നമ്മൾ ഈ SIR നടപ്പാക്കിയതോടുകൂടി അവർക്ക് മോക്ഷം കൊടുത്തതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഇല്ല. അവര് കഴിഞ്ഞ തവണ അവരും കൂടെ ഉണ്ടായിരുന്നു. അവരുടെയും കൂടെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് 60 ഉള്ളൂ 50 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ 30 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ചാനൽ നമ്മളെയാണ്. പിന്നീട് എല്ലാവരും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. അന്ന് നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം 9 to 12 മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ വിന്നിംഗ് പൊട്ടൻഷ്യാലിറ്റി ഉള്ള മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞു. 9 തൊട്ട് 11 വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊന്നും, പ്രത്യേകിച്ച് BJP ഒന്നും അവരുടെ ബൂത്ത് വൈസ് കണക്കിലേക്ക് കടന്നിട്ടില്ല. ഇന്ന് അവരതിലേക്ക് കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ രാത്രി 8 മണി 8:30 കൂടിയൊക്കെയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞത്, കോഴിക്കോട് അടക്കം. അപ്പോ ഇവർക്ക് അതിന്റെ കണക്ക് കൊടുക്കാൻ, ഈ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റുമാർക്കും ബൂത്ത് ഏജന്റുമാർക്കും ഒക്കെ കണക്ക് കൊടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പൊ ഇന്ന് അത് കൊടുക്കുകയും വൈകുന്നേരത്തോടു കൂടി അതിനകത്ത് ഒരു അനാലിസിസ് ചെയ്തതിന് ശേഷം അവർ കൃത്യമായ ഒരു സീറ്റിന്റെ എണ്ണം അവർ പറയുകയും ചെയ്തു. കേരളത്തിൽ ഇങ്ങനെ ഇത്തരം രീതിയിൽ കണക്കൂട്ടെടുക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളൂ. ഒന്ന് CPM-ഉം മറ്റൊന്ന് BJP-യുമാണ് ഈ ബൂത്ത് വൈസ് കണക്ക് വെച്ചിട്ട് എടുക്കുന്നത്. കാരണം അവരുടെ A ക്ലാസ് മണ്ഡലത്തില്, A ക്ലാസ് അല്ല, അവർ എല്ലായിടത്തും എടുക്കും. ആദ്യം അവർ ഈ ബൂത്ത് കണക്കെടുക്കുന്നു, പിന്നെ അത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൊടുക്കുന്നു, പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയും, മണ്ഡലം ജില്ലയിലേക്കും, ജില്ല പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്കും കൊടുക്കുക. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പൊ അതിന്റെ ഒരു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഒരു പക്ഷേ വൈകുന്നേരത്തോടു കൂടിയൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ കഴിയും. എങ്കിലും ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പരിചിതമായ ഇടങ്ങളില് നമ്മൾ ഇവരെ എടുത്തത് പലയിടത്തും നമ്മൾ വിളിച്ച് ചോദിച്ച് പ്രാഥമികമായിട്ടൊരു വിലയിരുത്തലുണ്ടാകും. അതിന് കൃത്യമായ ഡേറ്റ ഉണ്ടായില്ല. കാരണം ബൂത്തിലിരിക്കുന്ന ഏജന്റ് പുറത്ത് വന്നെങ്കിൽ മാത്രമേ എത്ര അനുഭാവികൾ വോട്ട് ചെയ്തു, എത്ര കേഡർമാർ വോട്ട് ചെയ്തു, ആരൊക്കെ വോട്ട് ചെയ്തില്ല എന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ബൂത്തിൽ നിന്ന് ആ ഏജന്റ് ഇറങ്ങുന്നതിന് മുമ്പ് ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സൂചന ഇറങ്ങുമ്പോഴും നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഞങ്ങൾ അന്ന് പറഞ്ഞ ആ നിലപാടിൽ തന്നെയാണ് ഈ വോട്ടെടുപ്പ് കഴിയുന്ന ഈ ദിവസവും ഞങ്ങൾ ഇരിക്കുന്നത്. 9 തൊട്ട് 12 സീറ്റ് വരെയുള്ള വിന്നിംഗ് പൊസിഷനിൽ തന്നെയാണ് BJP ഉള്ളത്. അതിൽ അവസാന നിമിഷത്തിൽ ചില അട്ടിമറികളൊക്കെ സംഭവിച്ചാലും BJPക്ക് ജയിച്ചു കയറുന്ന അനവധി മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നേമമാണ്. നേമം മണ്ഡലത്തിൽ അവിടെ BJP ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. കാരണം ഇന്നലെ സാധാരണഗതി നേമത്ത്
നടക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ എത്തുകയും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പോവുകയുമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ അവർ ഒരു തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു കോൺഗ്രസിനെ അധികാരത്തിലേറ്റ. അതുകൊണ്ട് തന്നെ ഈ മതന്യൂനപക്ഷങ്ങൾ സംഘടിതമായിട്ടുള്ള മേഖലയിൽ അവർ സംഘടിതമായി വോട്ട് ചെയ്യാമെന്ന്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, തെക്കൻ ജില്ലകളിലെ BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ സംഘടിതമായി തന്നെ ഭൂരിപക്ഷം ഹിന്ദു വോട്ടർമാരും ബൂത്തുകളിലെത്തി. നമ്മൾ നേമത്തൊക്കെ ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം സാധാരണഗതിയിൽ ഹിന്ദു വോട്ടർമാർ പൊതുവെ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മടി കൊണ്ടോ ഇല്ലെങ്കിൽ അലസത കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ചിലപ്പോൾ ആ സമയം നോക്കി ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി കളയുന്ന വോട്ടർമാരാണ്. ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല. പൊതുവെ നമ്മുടെ ഏത് മണ്ഡലത്തിൽ നോക്കിയാലും ഹിന്ദു വോട്ടർമാരായിരിക്കും വോട്ട് ചെയ്യാത്തതിൽ അധികവും. ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ വർഗീയത എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യം തന്നെയാണിത്. പക്ഷെ ഈ പറയുന്ന നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിന്ദു വോട്ടുകൾ വലിയ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യും. അത് രാജീവ് ചന്ദ്രശേഖരന് പോവുകയും ചെയ്തു. എന്തായാലും നമ്മളുടെ നിഗമനം വളരെ കറക്റ്റ് ആണോ എന്നുള്ളത് ഇന്ന് ശിവൻകുട്ടിയും പറയുകയുണ്ടായി. ശിവൻകുട്ടി പറഞ്ഞതനുസരിച്ചാണ് ധനുഷൊക്കെ ഇന്നലെ നല്ല പൈസ ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളുടെ MLA തന്നെ പറയുന്നുണ്ട് ഓരോ വോട്ടിന് 15,000 രൂപ വെച്ച് തന്നെന്നാണ് പറയുന്നത്. മധ്യപ്രദേശ് ചോദിക്കുന്നത് എങ്ങനെയാ കൊടുത്തത്, ഗൂഗിൾ പേ വഴി കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധനുഷിന്റെ വീട്ടിൽ 4 വോട്ടുണ്ട്, 19,000 രൂപ ഇട്ടേക്കാണ്. അപ്പം എന്നൊക്കെ അപ്പൊ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അദ്ദേഹം പരാജയം സമ്മതിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 15,000 ഇന്നാണ് അദ്ദേഹം രാവിലെ പറയുന്നത് 15,000 രൂപ വെച്ച് കൊടുത്ത് വോട്ട് മേടിച്ചു. എല്ലാ വോട്ടുകളും പോൾ ചെയ്തു എന്നുള്ള വൈകുന്നേരം തന്നെ അവിടെ കൗൺസിലർമാർ പലരും പറയുകയുണ്ടായി. ഞങ്ങളുടെയൊക്കെ ബൂത്തുകൾ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത്. കഴക്കൂട്ടമാണ് രണ്ടാമത് അവർ ഉറപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലം. അവിടെ ജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. വലിയ രീതിയിൽ തന്നെ അവിടെ വി മുരളീധരൻ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 1-2 സ്ഥാനാർത്ഥികളുടെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. വളരെ ബുദ്ധിമാന്മാരായ 1-2 സ്ഥാനാർത്ഥികളുണ്ട്. അതിലൊരാൾ നമ്മുടെ കെ സുരേന്ദ്രനാണ്, മറ്റൊരാൾ നമ്മുടെ വി മുരളീധരൻ. ഈ വി മുരളീധരൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ജയിക്കൂ തോക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും എവിടെയെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടിരുന്നു? ഇല്ല. അവരെന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ അടിത്തട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കെ സുരേന്ദ്രന്റെ ഈ ഇലക്ഷൻ വർക്ക് നോക്കുകയായിരുന്നു. കാരണം അദ്ദേഹം പഴയതുപോലെ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാതെ, വലിയ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കാതെ ചെറിയ ചെറിയ കോർണർ യോഗങ്ങൾ, ചെറിയ ചെറിയ കുടുംബ യോഗങ്ങൾ നടത്തി. കാരണം ഈ മഞ്ചേശ്വരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ BJP വലിയ ഓളം ഉണ്ടാക്കും. ഈ ഓളം കാണുമ്പോഴത്തേക്കും ഈ CPM-ഉം കോൺഗ്രസും ചെയ്യുന്നത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പേടിപ്പിക്കും. കണ്ടില്ലേ അവന്മാർ വരുന്നത്, അവന്മാർ ജയിച്ചു കയറും, അതുകൊണ്ട് വോട്ടല്ല നമുക്ക് ചെയ്യണമെന്ന് പറയും. ഇത്തവണ BJP അവിടെ ഒരു ഓളവേ ഉണ്ടാക്കിയില്ല. ഓളം ഉണ്ടാക്കില്ലെന്ന് മാത്രമല്ല, ബുദ്ധിപൂർവ്വം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ ഒരു പിടി അകലത്തിൽ നിർത്തുകയാണ് ചെയ്തത്. വളരെ ഇതായിട്ട് തന്നെ പോവുകയായിരുന്നു. അതായത് വലിയ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ പോയി. വലിയ സോഷ്യൽ മീഡിയ വർക്കുകളൊന്നും അദ്ദേഹം നടത്തിയതുമില്ല. ഇതിന് സമാനം തന്നെയായിരുന്നു വി മുരളീധരൻ. കാരണം ഈ ഒച്ചപ്പാടും ബഹളവും ഉള്ളിടത്ത് സ്വാഭാവികമായി തന്നെ ആളുകൾ ഈ എതിർ പാർട്ടികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്രോസ് വോട്ടിനടക്കം സാധ്യതകൾ വരികയും ചെയ്യും. ഇത്തവണ സുരേന്ദ്രൻ ജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് 1-2 കാരണങ്ങളുണ്ട്. അവസാന വട്ടങ്ങളിൽ അവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാറുള്ളത് ഈ പ്രവാസി വോട്ടർമാരാണ്. ഏതാണ്ട് 2,000 വോട്ടിന് അടുത്ത് താഴെ വരുന്ന വോട്ടുകൾ പ്രവാസികളുടെ. ഇത്തവണ അവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്ന് മാത്രമല്ല, കർണാടകത്തിലടക്കമുള്ള ഈ മഞ്ചേശ്വരം നിവാസികളായ വോട്ടർമാരുണ്ട്. അവരെല്ലാം അത് BJP-യുടെ അനുഭാവികളും ഒക്കെയാണ്. ഇത്തവണ അവരെല്ലാം വലിയ രീതിയിൽ തന്നെ മഞ്ചേശ്വരത്ത് എത്തിയിരുന്നു. സാധാരണഗതിയിൽ ഈ ബസ് മുടക്കുക, ഇവരെ വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക, ഇതൊക്കെ CPM-ഉം കോൺഗ്രസും കാലാകാലങ്ങളിൽ അവിടെ പയറ്റിക്കൊണ്ടിരുന്നതാണ്. ഇത്തവണ അതിനെയൊക്കെ അതിജീവിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരവും BJP-ക്ക് ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന. അവിടെ ബൂത്ത് വൈസ് ഈ മഞ്ചേശ്വരത്തെ ഈ റിലീജിയസ് പോപ്പുലേഷൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മീഡിയ വൺ ഒരിക്കൽ പറയുന്നത് എന്റെ ശ്രദ്ധയപ്പെട്ടു. അവിടെ 50 മുതൽ 68% മുസ്ലിംസ് ഡോമിനന്റ് ഓവറോൾ ആണ് മഞ്ചേശ്വരത്ത് ഉള്ളതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഹിന്ദുക്കൾ അവിടെ 30 മുതൽ 45% വരെ ഉള്ളൂ. അപ്പൊ ഇങ്ങനൊരു സ്ഥലത്ത് സുരേന്ദ്രൻ വിജയിച്ചു വരും എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? എന്റെ ഡൗട്ടാണ്. അല്ല, ഈ എല്ലാ മതങ്ങളിലുള്ളവർ 100% വോട്ട് ചെയ്യാൻ ഒരിടത്തും പോകാറില്ല. അതിന് അനവധി കാരണങ്ങളുണ്ട്. അങ്ങനെ 100% പേരും വോട്ട് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ മാറുന്ന ട്രെൻഡ് അനുസരിച്ചാണ് കേരളം BJP ഭരിക്കേണ്ടതാണ്. കാരണം മിക്കവാറും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഹിന്ദു ഡോമിനേറ്റ് ആയിട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷ മേഖലകളാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ഈ കേരളത്തില് കുറെ ഊതിപ്പെരിപ്പിച്ച് സംഭവം ശരിയാണ്. മഞ്ചേശ്വരത്ത് ആ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നതില്ല. അതിനകത്ത് ഇടതുപക്ഷ വോട്ടുകളില്ലേ, ഹിന്ദു വോട്ടുകൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുണ്ട്, കോൺഗ്രസ് വോട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ പാർട്ടി വോട്ടുകളുണ്ട്, കറകളഞ്ഞ പാർട്ടി വോട്ട്, അതിന് മുകളിൽ മതം ചിന്തിക്കുന്നവരുടെ വോട്ടുമുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കുറെ തെറ്റിദ്ധാരണ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കോട്ടയം എന്ന് കേട്ടാൽ അച്ചായന്മാരുടെ ജില്ലയാണെന്നാണ് പറയുന്നത്. കോട്ടയം, എറണാകുളം. ഒരിക്കലുമല്ല. കോട്ടയത്തും എറണാകുളത്തും പത്തനംതിട്ട ഹിന്ദു ഭൂരിപക്ഷമായിട്ട് ജില്ലകളാണ്. അത് ഈ സിനിമാക്കാരൊക്കെയാണ് കോട്ടയം അച്ചായന്മാരുടെ കോട്ടയം എന്ന് പറയുന്നത്. അതായത് എന്താണ്, പൗലോച്ചൻ,
ലൂക്കോച്ചൻ, ചാക്കോച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നടന്മാര് നായകന്മാരൊക്കെ ഉണ്ടല്ലോ ലേലത്തിലും മറ്റേ. ആ സിനിമയാണ് അത് ആ രീതിയിലേക്ക് ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ സംഘികളുടെ നാടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, കോൺഗ്രസിന്റെ MLA മാരുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ MLA മാരുണ്ട്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ കേരളത്തിൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ഒരു നിയമസഭാ മണ്ഡലവും കേരളത്തിലില്ല. പക്ഷെ അത് നമ്മളിങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കും. അതായത് വെച്ചാൽ അവരുടെ സംഘടിത വോട്ടാണ്. സംഘടിത വോട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർക്ക് മേൽക്കൈ ഉണ്ട് എന്ന് പറയുന്നത്. ഈവൻ പാല പോലും അങ്ങനെയല്ല, പൂഞ്ഞാറും അങ്ങനെയല്ല. അപ്പം ഇതാണ് മഞ്ചേശ്വരം ഒന്ന് ഉറപ്പിക്കാവുന്ന മണ്ഡലമാണ്. പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് നമ്മൾ കണക്കൂട്ടും. മഞ്ചേശ്വരം മാത്രമല്ല കാസർഗോഡും വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും. പിന്നുള്ളത് പാലക്കാടാണ്. പാലക്കാട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പാലക്കാടിനെ നമ്മൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു ഡൊമിനൻ ഏരിയയിൽ അല്ലെങ്കിൽ BJP സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഇത്രയും വോട്ടിംഗ് ഉയരാറില്ല. അവര് ഈ ഇത്രയും ശതമാനത്തിലേക്ക് ആ ഒരു എന്താ പറയുന്നത് ഈ സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ ഈ ഇത്രത്തോളം ആളുകൾ പോയി വോട്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോഴായിരുന്നു ഇതിന് മുമ്പ് ഒരു വലിയൊരു അനക്കമുണ്ടായത്. അപ്പൊ പോലും അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പോകാത്തവരുടെ എണ്ണവും കൂടുതലായിരുന്നു, വോട്ട് ചെയ്യാത്ത മേഖലകളും കൂടുതലായിരുന്നു. പക്ഷെ ഇത്തവണ അതിനൊരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണാടി പോലെയുള്ള മേഖലകളിൽ അതൊരു കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും ഒക്കെ വലിയ വേരോട്ടുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷെ അവിടെ പോലും ഇത്തവണ ഒരു ഹിന്ദു വോട്ടിന്റെ ഏകീകരണം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ നോട്ട് വിവാദം ശരിക്കും കോൺഗ്രസ് ഉണ്ടാക്കിയ ശോഭാ സുരേന്ദ്രനെതിരെ മാത്രമായിരുന്നു. കേരളത്തിൽ ഉടനീളമുള്ള BJPയെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെട്ടിലാക്കുക. അതായത് BJPയുടെ വർക്കിനെ സ്റ്റക്കാക്കുക. അപ്പോഴത്തെ ഒരു സ്വാഭാവിക BJPയുടെ കേരളത്തിലുള്ള പ്രവർത്തകർ മുഴുവൻ അങ്കലാപ്പിലാകും. മുമ്പ് അങ്ങനെയായിരുന്നു. BJPയുടെ അങ്കലാപ്പിലാകും. BJPയുടെ നേതാക്കൾ സ്റ്റേറ്റ്മെന്റുമായി ഇറക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ളവന്മാരൊക്കെ ഈ ജയിപ്പിക്കാനുള്ള പണി നിർത്തി വെച്ചിട്ട് ഈ നോട്ടിന്റെ വാർത്തകളുമായി മുമ്പോട്ട് പോകും. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷെ ഇത്തവണ അത് ചീറ്റിപ്പോയി. പാലക്കാട് പോലും അതിനൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിപ്പം അവിടെ നിന്ന് എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും 10 ലൈക്ക് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത്. അതിനകത്തൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി പണ്ടേ തോറ്റു വീട്ടിയിരിക്കേണ്ടതാണ്. കാരണം ആ പാവം പിടിച്ചൊരു പള്ളിയിൽ മാതാവിന് കൊണ്ട് കിരീടം വെച്ചപ്പോ പുറകിൽ നിന്ന് ക്യാമറമാൻ ആ കിരീടം തള്ളി താഴെ ഇട്ടിട്ട് പിന്നെന്തായിരുന്നു ആ വാർത്ത വന്നത്, മാതാവിന് പോലും ഇഷ്ടപ്പെട്ടില്ല, കിരീടം മാതാവ് ഊരി എറിഞ്ഞു എന്നൊക്കെയാണ് പിന്നെ വാർത്ത വന്നത്. ആ മനുഷ്യന്റെ സ്വന്തം പൈസയ്ക്ക് കൊണ്ടൊരു കിരീടമാണ് വെച്ചത്. ഇവന്റെ ഒന്നും വീട്ടിൽ നിന്നൊന്നും പൈസയോ സർക്കാരിന്റെ പൈസയോ അല്ല. എന്നിട്ട് പോലും അത് പിന്നെ ഒരു സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ പുള്ളിക്കെതിരെ ക്യാമ്പയിനുകൾ അവിടെ നടന്നു. ചെമ്പായിരുന്നു കിരീടം കൊടുത്ത്. ഞാൻ അമ്പലത്തിൽ കൊടുക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം പാലക്കാടും അത്തരത്തിൽ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഒരു ഏകദേശം ഒരു 3500 തൊട്ട് 8000 വോട്ടിന്റെ ഒക്കെ അടുത്തൊരു സാധ്യതയിലേക്ക് ശോഭാ സുരേന്ദ്രൻ കയറി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി പിന്നെ അവിടുന്ന് വന്നു കഴിയുമ്പോഴത്തേനും പല മണ്ഡലങ്ങളിലും, അതായത് ഈ കോഴിക്കോടൊക്കെ നമ്മൾ പറയുന്നത് പോലെയല്ല, ഈ നവ്യ ഹരിദാസ് ആയാലും പ്രിനീഷ് ആയാലും ഒക്കെ നല്ല മത്സരം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അല്ല, വട്ടിയൂർക്കാവ് നമ്മൾ പറഞ്ഞ 30 മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ 9 to 12 മണ്ഡലങ്ങളിൽ ഇല്ലായിരുന്നു. അതായത് വിന്നിംഗ് പൊസിഷനുള്ള 9 തൊട്ട് 12 മണ്ഡലങ്ങളിൽ നമ്മൾ വട്ടിയൂർക്കാവ് പറഞ്ഞിട്ടില്ല, പാല പറഞ്ഞിട്ടില്ല. പക്ഷെ 30 മണ്ഡലങ്ങളിൽ അത് പാല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 9% കേട്ടോ വട്ടിയൂർക്കാവ് പോളിംഗ് എന്ന് പറയുന്നത്. ചില്ലറ പോളിംഗ് അല്ല, കനത്ത പോളിംഗ് ആയിരുന്നു ഇവിടെ. വട്ടിയൂർക്കാവില് അത്ര ഉറപ്പിച്ച് പറയാനുള്ള യാതൊരു ഡേറ്റാസും ഇപ്പൊ നമ്മുടെ കിട്ടിയിട്ടില്ല. എന്തായാലും അവരിപ്പം ഈ കണക്കൊക്കെ എടുത്തിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവർ കഴക്കൂട്ടം നിയമം അവർക്ക് കൺഫേം ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ആറ്റിങ്ങിൽ അവർ നല്ല മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2ാം സ്ഥാനമായിരുന്നു കഴിഞ്ഞ തവണ. പോളിംഗ് കുറവായിരുന്നു. ആ പോളിംഗ് കുറവും ഒരുപക്ഷെ BJPക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം അംബിക എന്ന് പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥി നല്ലൊരു റേഞ്ചിൽ തന്നെയാണ് കഴിഞ്ഞ തവണ വോട്ട് പിടിച്ചത്. അവർ 90,000 വോട്ട് പിടിക്കുമ്പോൾ ഏതാണ്ട് ഇവിടെ നിൽക്കുന്ന ഈ പറയുന്ന സുധീറിന് 30 സംതിങ്ങേ ഉള്ളായിരുന്നു. അപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നു എന്ന് പറയുമ്പോൾ കേഡർ വോട്ടുകളാണ് കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്, മറ്റു വോട്ടുകൾ കുറവാണെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സുധീർ 2ാം സ്ഥാനത്ത് എത്തിയാൽ പോലും ഇവരുടെ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ആ പഴയ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായില്ല. അന്നൊരു 60,000 വോട്ടിനടുത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വിടവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ വിടവ് ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. അവിടെ ഒരു വിന്നിംഗ് പൊസിഷനുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അത് നമ്മളും പറഞ്ഞിരുന്നു, വിന്നിംഗ് പൊസിഷൻ ഒരു പൊട്ടൻഷ്യൽ മണ്ഡലം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ യുവരാജ് ഗോകുൽ മത്സരിച്ച മണ്ഡലത്തിൽ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. പാറശാല അടക്കം വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ആകെ അവർക്കൊരു വലിയ മത്സരം തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും ഒരു ഹിന്ദു ഏകീകരണം തെക്കൻ ജില്ലകളിൽ നടന്നിട്ടുണ്ട്, യാതൊരു ഡൗട്ടും ഇല്ല അതിനകത്ത്. ഹിന്ദു ഏകീകരണം എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോകുന്ന ബൾക്കായിട്ട് രാവിലെ കൂടും
മുൻകിടക്ക എടുത്തിട്ട് ബൂത്തിന്റെ വാതിൽ കിടക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുമ്പ് ഒരു 30% ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ പോകാതിരുന്നിടത്തെങ്കിൽ ഇത്തവണ അതിൽ നിന്നൊക്കെ ഒരു 5% ഒക്കെ പോയി വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതായത് BJP ജയിക്കുന്ന മേഖലകളൊക്കെ വലിയ രീതിയിൽ മുസ്ലിം കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെ ഇപ്രാവശ്യത്തെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ UDF അധികാരത്തിലേറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ മേഖലയിൽ അവർ പക്ഷെ അത് തെക്കൻ ഞാൻ അതാണ് പറഞ്ഞത്, ഈ UDF പറയുന്ന അവർക്ക് ഈ 100 സീറ്റ് കിട്ടും 110 സീറ്റ് കിട്ടുന്ന പഴയകാല കഥയാണ്. ഇവർ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം. പക്ഷെ ഭരണവിരുദ്ധ വികാരം രണ്ടായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ UDF ഒരു മേൽക്കൈ പറയാത്തത്. ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. 100 വോട്ടുണ്ട്, അതിൽ 40 വോട്ട് LDF ബാക്കിയുള്ള 60 വോട്ടും LDF എതിരായിട്ടുള്ള വോട്ടാണ്. LDF എതിരായിട്ടുള്ള വോട്ട് രണ്ടായിട്ട് പോകും. കോൺഗ്രസിലേക്ക് മാത്രമല്ല അത് ഒഴുകുന്നത്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ അത് BJPയിലേക്കാണ് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുന്നത് എങ്ങനെയാണ്? ആ ഇടതുപക്ഷത്തോടുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ BJP കേരളത്തിൽ പിടിക്കുന്ന വോട്ട് ഭരണവിരുദ്ധ വികാരത്തിനൂടെ കിട്ടുന്ന അംഗീകാരമാണ്. അതല്ലാതെ എല്ലാം CPM-നോട് എതിർപ്പുള്ള LDF-നോട് എതിർപ്പുള്ളവരെല്ലാം കൂടെ പോയി UDF വോട്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വെള്ളരിക്കപ്പെട്ടണമാണോ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കാരണം BJP ശക്തമല്ലാതിരുന്ന കാലത്താണെങ്കിൽ ആ വോട്ട് ഒന്നടങ്കം പോകുന്നത് UDF-നാണ്. ഇപ്പൊ അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ എല്ലാവരും പറയുന്നതൊക്കെ LDF ഒന്നും ഒരുപാട് താഴെ പോകാനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ല. കാരണം BJP പിടിക്കുന്ന വോട്ടുകൾ ഇത്തവണ രക്ഷിക്കാൻ പോകുന്നത് CPM-നെ ആയിരിക്കും. ഞാനൊരു നിസ്സാരമായ ഒരു കണക്ക് പറഞ്ഞുതരാം. ഒരു മണ്ഡലത്തിൽ 100 വോട്ടാണ് ഉള്ളത്. ആ 100 വോട്ടിൽ 40 വോട്ട് LDF-ന്റേതാണ്, 40 വോട്ട് UDF-ന്റേതാണ്, 20 വോട്ട് BJP-യുടേതാണ് എന്ന് കരുതുക. അതായത് ഇത് ഭരണവിരുദ്ധ വികാരത്തിന്, അതായത് 40-നെതിരാണല്ലോ 60, ആ 60% വോട്ട് രണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥയാണ്. BJP-ക്ക് 20-ഉം കോൺഗ്രസിന് 40-ഉം കിട്ടിയാൽ നേരിയ മാർജിനിൽ അവിടെ LDF ജയിക്കില്ലേ? അതായത് BJP പിടിക്കുന്ന ഭരണവിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് UDF-ന്റെ മേൽക്കൈക്ക് കിട്ടുന്ന വോട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു 30 മണ്ഡലങ്ങളിൽ 35 മണ്ഡലങ്ങളിൽ LDF-ന് ജയിക്കാൻ, അതായത് നേരിയ മാർജിന്, വലിയ മാർജിനല്ല നേരിയ മാർജിനിൽ ജയിക്കാനുള്ള സാധ്യത ഞാൻ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതല്ലാതെ ഈ വോട്ടിംഗ് പെർസെന്റേജ് കൂടി ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടെല്ലാം UDF-ന് കിട്ടിയെന്ന് ചിന്തിക്കാൻ നമുക്ക് ബുദ്ധിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. പണ്ടായിരുന്നു ചിന്തിക്കാം, BJP ഒന്നും ശക്തമല്ലാതിരുന്ന കാലത്ത് നമുക്ക് ചിന്തിക്കാം. ഇന്നിപ്പോ BJP എനിക്ക് തോന്നുന്നു നമ്മൾ 30 മണ്ഡലമേ പറഞ്ഞില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു 40-45 മണ്ഡലങ്ങളിൽ അവർ ശക്തമായ വോട്ട് വർക്ക് നടത്തിയെന്ന് മാത്രമല്ല അവർ വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ തന്നെ അവർ പ്രവർത്തിച്ച് പഴയ കണക്ക് ഞാനെങ്കിലും ഈ ഉഴപ്പുന്ന മണ്ഡലങ്ങളില്ലെന്നല്ല, ഉഴപ്പുന്ന മണ്ഡലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെ BJP തന്നെ C ക്ലാസ് മണ്ഡലമായിട്ട് കാണുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലത്തിൽ ചിലപ്പോൾ വോട്ട് കുറയുമായിരിക്കും. പക്ഷെ BJP ഹൈ ആയിട്ട് നിന്നിട്ട് അവരൊരു നല്ല പവർ നിന്ന മണ്ഡലം. അത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഇന്നലെ കൃത്യമായിട്ടൊരു കണക്ക് കിട്ടിയ ഒരു മണ്ഡലം BJP-യുടെ സഖ്യകക്ഷിയായ 2020 മത്സരിക്കുന്ന കുന്നത്തുനാടിൽ നിന്നാണ്. അവരുടെ ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ 3000 തൊട്ട് 5000 വോട്ടിന് അവിടെ ബാബു ദിവാരം ജയിക്കും എന്ന് അവർ ഇന്നലെ രാത്രി തന്നെ അവരുടെ ബൂത്ത് വൈസ് കണക്കുകൾ കൂട്ടിക്കൊണ്ട് കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് അവർ പറയുന്നു കുന്നത്തുനാടിൽ ഞങ്ങൾ ജയിക്കും എന്ന് അവർ പറഞ്ഞു, 2020 ജയിക്കും എന്ന് അവർ പറയുന്നു. കോട്ടയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പൂഞ്ഞാറ് വലിയൊരു പ്രതീക്ഷയുണ്ട്. പാല നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ല, 30 മണ്ഡലങ്ങളിൽ പാല ഉണ്ടായിരുന്നു. 9 തൊട്ട് 12 വിന്നിംഗ് പൊസിഷനുള്ള മണ്ഡലത്തിൽ പാല ഇല്ലായിരുന്നു. കാരണം പാലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാലയിലെ 25,000 വോട്ടാണ് BJPക്ക് ഉള്ളത്. അതിൽ നിന്ന് ഒരു 10-17,000 വോട്ട് ഷോൺ അധികമായി പിടിക്കണം. അത് അവിടുത്തെ ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്നൊക്കെ ഷോണിന് വലിയ രീതിയിൽ തന്നെ ഇത്തവണ വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ക്രിസ്ത്യൻ വിശ്വാസികൾ എത്രത്തോളം വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഏതായാലും ഷോൺ ഇന്നൊരു പ്രസ്താവനയായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഷോൺ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്. സഭയിലുള്ള ചിലരൊക്കെ പിന്നെ ഇതിനകത്ത് നിന്നുകൊണ്ട് വേറെ ചിലർക്ക് വിടുപണി ചെയ്യുകയാണ്, ദീപിക പത്രം അങ്ങനെ ചെയ്യുകയാണെന്ന് ഷോൺ വയലന്റ് ആയിട്ടുണ്ട്. അപ്പം ആ ക്രിസ്തീയ വിഭാഗത്തിന് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ പൂഞ്ഞാറെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ പാലയിലും ഹിന്ദു വോട്ടൊരു 49-50% ഉണ്ട്, പൂഞ്ഞാറിലും അത്രയും തന്നെ ഉണ്ട് വോട്ട്. അപ്പം ഈ വോട്ടിനകത്തൊരു ഏകീകരണം ഒരു ശക്തമായൊരു മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട്. പക്ഷെ പൂഞ്ഞാറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അച്ചടക്കത്തോടു കൂടി, കാരണം എനിക്ക് തോന്നുന്നു ഷോൺ കുറച്ചുകൂടി ഒരു പെർഫോമർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഓളം ഉണ്ടാക്കിക്കൊണ്ടൊരു വലിയ നീക്കം അദ്ദേഹം നടത്തി. പക്ഷെ പൂഞ്ഞാറ് ശ്രീമാൻ PC ജോർജ് അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കാൻ ശ്രമിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ തനത് ശൈലിയിൽ നമ്മുടെ സുരേന്ദ്രനൊക്കെ ചെയ്യുന്നതൊക്കെ എല്ലാ വീട് വീടാന്തരം കയറി ചെറിയ യോഗങ്ങളും നടത്തിക്കൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടായില്ല. സാധാരണ PC ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് അലമ്പുണ്ടാക്കുന്നതാണ്. ഇത്തവണ അദ്ദേഹം ആകെ പറഞ്ഞത് FCR-ന് എതിരെ പിതാക്കന്മാരെ ഊളകളെന്നോ മറ്റോ വിളിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടാണ്. ശോഭാ സുരേന്ദ്രനും അതേ രീതിയിൽ തന്നെയാണ് വർക്ക് മുന്നോട്ട്. അവരും വലിയൊരു ഓളം ഉണ്ടാക്കാൻ, ജയിക്കുന്ന കാൻഡിഡേറ്റുകളൊന്നും ഓളം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വലിയ ഓളം സൃഷ്ടിച്ച് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു ഓളം സൃഷ്ടിച്ച മതിയാകുമായിരുന്നു. സൃഷ്ടിച്ച ആളാരാണെന്ന് അറിയാമോ?
ബി ഗോപാലകൃഷ്ണൻ. ബി ഗോപാലകൃഷ്ണൻ അല്ല, അദ്ദേഹത്തിന് ഇപ്രാവശ്യം വലിയ രീതിയിൽ തന്നെ വോട്ട് കൂടും. കാരണം അദ്ദേഹം ഇതുവരെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ തുറന്നു പറയാത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ കേരളത്തിന് വ്യക്തമാകും. ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ മുസ്ലിങ്ങളെ മാത്രം ഇടതും വലതും നിർത്തുന്ന ഒരു പാറ്റേൺ മാറ്റം വരും. കാരണം ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഇതേ രീതിയിലാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഈ ന്യൂനപക്ഷം ഇതേ രീതിയിൽ സംഘടിച്ചുകൊണ്ട് ബി ജെ പിക്കെതിരെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു പോളറൈസേഷൻ ഇവിടെ വരും. അധികം വൈകില്ല, ഒട്ടും വൈകില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണാൻ പറ്റും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തോടുള്ള ഈ കൺസോൾട്ടേഷന് ബദലായിട്ടൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകും. ഉറപ്പുള്ള കാര്യമാണ്. ബി ജെ പിക്ക് ഒരു 5 or 6 സീറ്റ് പാർലമെന്റിലേക്ക് ജയിച്ച് കയറാൻ കഴിയും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇപ്പോൾ പ്രാഥമികമായി, അതായത് ഇന്നലെ രാത്രി 8:00 9 മണിക്കൊക്കെയാണ് പലർക്കും വോട്ടെടുപ്പ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പറഞ്ഞ 9 തൊട്ട് 12 മണ്ഡലങ്ങൾ ജയിക്കും എന്ന് നമ്മൾ പറഞ്ഞ മണ്ഡലങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുന്നു. അവിടെ ഒന്നും ഒരു ഇതും വന്നിട്ടില്ല. 30 മണ്ഡലങ്ങളിലാണ് നല്ല പൊരിഞ്ഞ മത്സരം, അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്നു പറഞ്ഞു. അതിലും ഞങ്ങൾ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഇനി അവരുടെ ബൂത്ത് വൈസ് കണക്കുകൾ കിട്ടുമ്പോൾ വിശദമായി തന്നെ പ്രേക്ഷകരെ അത് അറിയിക്കുന്നതായിരിക്കും. അത് നാളെ തന്നെ, ഒരുപക്ഷെ ഇന്ന് രാത്രി കിട്ടുകയാണ്, നാളെ തന്നെ അത് വിശദമായിട്ട് തന്നെ ആ ഡാറ്റ അനാലിസിസ് ചെയ്ത് പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും.